ജീവിതത്തിന്റെ ശൂന്യതയിൽ പോലും എല്ലാം നഷ്ടപ്പെട്ടിട്ടും ജീവിതം വീണ്ടും തുടങ്ങുവാൻ ധൈര്യം കാണിച്ച ഒരു പെൺകുട്ടി. ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ടാകും നമ്മൾ ഭാരപ്പെടുന്ന, നിരാശപ്പെടുന്ന. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ നമ്മുടെ ഉള്ളിൽ ഒരു വാക്ക് മാത്രമേ ഉണ്ടാകൂ: ഇനി എങ്ങനെ വീണ്ടും മുന്നോട്ടു പോകും. രൂത്തിന്റെ പുസ്തകത്തിലെ മറ്റൊരു ഭാഗം അങ്ങനെയുള്ളൊരു നിമിഷത്തിന്റെ കഥയാണ്. നവോമിയും രൂത്തും ബേത്ലഹേമിലെത്തിയപ്പോൾ അവർക്കൊന്നുമില്ലായിരുന്നു. പണമില്ലായിരുന്നു, അവർക്ക് താമസിക്കുവാൻ വീടില്ലായിരുന്നു, സുരക്ഷിതമായ സ്ഥലമില്ലായിരുന്നു, നാളെ എന്താകും എന്നുള്ള ഉറപ്പില്ലായിരുന്നു. പലരും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തകർന്നു പോകുകയാണ് പതിവ്. ചിലർ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റുള്ളവരെ കുറ്റം പറയുകയും പഴിചാരുകയും ചെയ്യുകയാണ് സാധാരണ കാണുന്നത്. എന്നാൽ മറ്റു ചിലർ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളിൽ ഒതുക്കി മുന്നോട്ട് പോകുന്നവർ. പക്ഷേ രൂത്ത് അങ്ങനെ ചെയ്തില്ല. ഒരു ദിവസം അവൾ നവോമിയോട് പറഞ്ഞു, ഞാൻ പുറത്തേക്ക് പോകാം, ഞാൻ ജോലി നോക്കാം. ഇത് കേൾക്കുമ്പോൾ അതൊരു ചെറിയ വാക്കുപോലെ തോന്നും. പക്ഷേ അതൊരു വലിയ തീരുമാനമാണ്. കാരണം അവളൊരു അന്യ സ്ത്രീയായിരുന്നു. ആ നാട്ടിൽ ആരും അവളെ അറിയുന്നവരില്ലായിരുന്നു. ആരും അവളെ സഹായിക്കുമെന്ന് ഉറപ്പുമില്ല. പക്ഷെ അവൾ ധൈര്യത്തോടെ പോയി. വലിയ ജോലിയൊന്നുമല്ല അവൾ നോക്കിയത്. വലിയ സ്വപ്നങ്ങളൊന്നും അവൾ പങ്കുവെച്ചുമില്ല. ഒരു ചെറിയ ജോലി, അന്നന്നത്തെ ആവശ്യത്തിനു വേണ്ടി ഉള്ളതായിരുന്നു അവൾക്ക് വേണ്ടത്. അങ്ങനെ അവൾ ഒരു ചെറിയ ജോലി തുടങ്ങി. വയലിൽ വീണുകിടക്കുന്ന ധാന്യം ശേഖരിക്കുന്ന ജോലിയായിരുന്നു അത്. അതൊരു സാധാരണ ജോലി മാത്രമല്ല, അത് അവളുടെ ജീവിതത്തിന്റെ പുതിയ തുടക്കമായി മാറി. ഇത് നമ്മോട് പറയുന്നൊരു വലിയ സത്യം: വലിയ ജീവിതങ്ങൾ ചെറിയ തുടക്കങ്ങളിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. ഇന്ന് പലർക്കുമുള്ള പ്രശ്നം, അവർ വലിയ വിജയത്തിനായി കാത്തിരിക്കും, പക്ഷെ ചെറിയ തുടക്കം അവർ തുടങ്ങുവാൻ തയ്യാറല്ല. രൂത്ത് അങ്ങനെയല്ല ചെയ്തത്. അവളുടെ വലിയ ജീവിതം അവൾ സ്വപ്നമൊന്നും കണ്ടില്ല. പക്ഷേ അവൾ ചെറിയ കാര്യങ്ങൾ ചെയ്യാവുന്നത് ചെയ്തു തുടങ്ങി. ഇത് നമ്മെ കാണിക്കുന്നത് ഒരു വലിയ മനുഷ്യമൂല്യമാണ്. നമുക്ക് കഠിനാധ്വാനം കൂടാതെ, വിനയം കൂടാതെ വിജയിക്കുവാൻ കഴിയുകയില്ല. ചിലപ്പോൾ നമ്മൾ ശൂന്യതയിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അതൊരു പരാജയമല്ല, അത് നിങ്ങളുടെ ഒരു പുതിയ ആരംഭമാണ്. രൂത്ത് വയലിൽ ജോലി ചെയ്യുമ്പോൾ അവൾക്കറിയില്ലായിരുന്നു അവളുടെ ജീവിതം ശാന്തമായി മാറുവാൻ തുടങ്ങുകയാണ് എന്ന്. ചിലപ്പോൾ ജീവിതത്തിൽ വലിയ ശബ്ദകോലാഹലങ്ങളൊന്നും ആയിരിക്കുകയില്ല മാറ്റങ്ങളുണ്ടാക്കുന്നത്. അത് ശാന്തമായി മാറും. ഒരു ചെറിയ ജോലി, ഒരു ചെറിയ അവസരം, ഒരു ചെറിയ ദിവസം, പിന്നീട് അത് വലിയ മാറ്റത്തിന് കാരണമായി. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ശൂന്യമായിരിക്കുകയാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എന്റെ ജീവിതം മറ്റുള്ളവരെ പോലെയല്ല, എനിക്കിനി മുന്നോട്ടു പോകുവാൻ കഴിയുകയില്ല എന്നോർക്കുന്നവരാണോ? എന്നാൽ നിങ്ങൾ ഓർക്കുക, ശൂന്യതയിൽ നിന്നും തുടങ്ങിയ ആളുകളാണ് ജീവിതത്തിൽ വീണ്ടും ശക്തന്മാരായി തീർന്നത്. രൂത്ത് ഒരിക്കലും ചോദിച്ചില്ല, എന്തുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെയായത്? അവൾ ചോദിച്ചത് മറ്റൊരു ചോദ്യമായിരുന്നു: എനിക്ക് ഇനി എന്തു ചെയ്യുവാൻ കഴിയും? ഈ ചോദ്യം അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ നിൽക്കും. പക്ഷേ ഇനി എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ മുൻപോട്ട് പോകുക തന്നെ ചെയ്യും. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം വീണ്ടും തുടങ്ങുവാൻ ഒരിക്കലും നാം വൈകിയിട്ടില്ല എന്നാണ്. നിങ്ങളിപ്പോൾ ഒരു ചെറിയ ജോലിയാണോ ചെയ്യുന്നത്? അത് ചെറുതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വീണ്ടും തുടങ്ങുവാൻ ശ്രമിക്കുകയാണോ? അത് പരാജയമല്ല. രൂത്തിനെ പോലെ നമുക്ക് വീണ്ടും തുടങ്ങുവാൻ കഴിയും. നമ്മുടെ ജീവിതം പരാജയപ്പെടുകയില്ല. കാരണം നമ്മുടെ ആശ്രയം നമ്മുടെ ദൈവമാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.